ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ കെമിസ്ട്രിയിലെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി, ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇറ്റ്സ് എ ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. ഇവിടെ അതിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം, ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ ആറ്റമെങ്കിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ആവുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച് ആണ് എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. മിക്ക എലമെന്റ്സിന്റെ കേസിലും ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എനർജി റിലീസ് ചെയ്യുമ്പോൾ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വാല്യൂ, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ മിക്ക എലമെന്റ്സിന്റെ കേസിലും ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി നമ്മുടെ നോബൽ ഗ്യാസസിന്റെ കേസിൽ അത് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കും. കാരണം അത് ഓൾറെഡി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇലക്ട്രോൺസിന്റെ ആവശ്യമില്ല. സോ അതിന്റെ വാല്യൂ മാത്രം പോസിറ്റീവ് ആയിരിക്കും. ബാക്കി സാധാരണ എലമെന്റ്സിന്റെ ഒക്കെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ് ഒക്കെയാണ്. നമ്മൾ എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസും അറ്റോമിക് സൈസിനെ, ന്യൂക്ലിയർ ചാർജിനെയും ഷീൽഡിംഗ് എഫക്റ്റിനും ഒക്കെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അറ്റോമിക് സൈസ് ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ വേരിയേഷൻ. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ദെൻ ആറ്റോമിക് സൈസ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആവും. അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോഴും അത് ലെസ് നെഗറ്റീവ് ആവുന്നു. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ആ ഒരു വേരിയേഷൻ ആണ്. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജന്റെ കേസിൽ 1s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഒരു ഷെല്ലേ ഉള്ളൂ. ലിഥിയത്തിന്റെ കേസിൽ 1s2 2s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് 2 ഷെല്ലുണ്ട്. ദെൻ സോഡിയത്തിന്റെ കേസ് വരുമ്പോൾ വീണ്ടും ഒരു ഷെല്ല് കൂടി കൂടുന്നു, അതായത് 3 ഷെല്ലുണ്ട്. പൊട്ടാസ്യം 4, റുബീഡിയം 5, സീഷ്യം 6 അങ്ങനെയാണ് പോകുന്നത്. ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആറ്റോമിക് സൈസും കൂടുന്നു. അതായത് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റോമിക് സൈസ് കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഇറ്റ് ബിക്കം ലെസ് നെഗറ്റീവ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആറ്റം ആണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? മോർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ അട്രാക്ഷൻ കൂടുതലുള്ള ആറ്റത്തിന്റെ കേസിൽ വാല്യൂ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അട്രാക്ഷൻ കുറവുള്ളവരുടെ കേസിൽ ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഈ കാര്യം ഓർത്തിരുന്നാൽ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ ഒരു ട്രെൻഡ് പറയാൻ പറ്റും. ഇപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഇഷ്ടം കുറവായിരിക്കും, അല്ലേ? കാരണം ന്യൂക്ലിയസിന് അത്ര ചാർജ് ഇല്ല, ആറ്റത്തിന്റെ സൈസും ഓൾറെഡി കൂടുതലാണ്. ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെ? ഇലക്ട്രോണോടുള്ള അട്രാക്ഷൻ കുറവാണ്. അപ്പൊ സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താവും? ലെസ് നെഗറ്റീവ് ആകും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക്, ടോപ്പ് ടു ബോട്ടം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആവുന്നു. ഇനി ഒരു പീരീഡിന്റെ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റത്തിന്റെ സൈസ് കുറയാണ് ചെയ്യുന്നത്, അല്ലേ? കാരണം ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്, പിന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ന്യൂക്ലിയസ് നമ്മുടെ ആറ്റത്തിലെ ഉള്ള ഇലക്ട്രോൺസിനെ കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ളതിന്റെ കേസിൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും, കുറവായിരിക്കുമോ? ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ സൈസ് എങ്ങനെയാണ്? സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണ് ചെയ്യുന്നത്. സൈസ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു. അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് മോർ നെഗറ്റീവ്. അപ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നു, അല്ലെങ്കിൽ ഇറ്റ് ബിക്കം മോർ നെഗറ്റീവ്. അതാണ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിലെയും പീരീഡിലെയും നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം. ഇനി ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഹയർ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സിന്റെ കേസിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അകത്തുള്ള ഇലക്ട്രോൺസ് ഈ പുറത്തുള്ള ഇലക്ട്രോൺസിന്
ഈ ന്യൂക്ലിയസിന്റെ ചാർജ് എത്തുന്നതിനെ ഷീൽഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ചാർജിനെ ഷീൽഡ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ പുറത്തുള്ള ഇലക്ട്രോൺസിന് എങ്ങനെയായിരിക്കും ന്യൂക്ലിയർ ചാർജ് എത്തുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറവായിരിക്കും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കുറയുന്നു. ന്യൂക്ലിയസ് അട്രാക്ഷൻ കുറയുമ്പോൾ പിന്നെ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും. അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? കുറയുന്ന കേസിൽ ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് പീരിയോഡിക് ടേബിളിലെ ഒരു ജനറൽ ട്രെൻഡ്. ഇനി അപ്പോൾ പീരിയഡ് ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ കണ്ടു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരിയഡ് ഇറ്റ് ബിക്കം മോർ നെഗറ്റീവ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം ലെസ് നെഗറ്റീവ്. കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ്, ഷീൽഡിംഗ് എഫക്റ്റ് ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് വാല്യൂ കുറയുന്നു, അല്ലെങ്കിൽ അത് ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഇനി ഒരു എക്സെപ്ഷൻ ഉള്ളത് ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസിലാണ്. നമുക്കറിയാം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നു, ഫ്രം ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുന്നത്, അല്ലേ? സൈസ് കൂടുന്നതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. പക്ഷെ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസ് വരുമ്പോൾ അപ്പോൾ ആർക്കാ കൂടുതൽ വരേണ്ടത്? താഴേക്ക് വരുമ്പോൾ കുറയാണ്, അപ്പൊ ഫ്ലൂറിനാണ് കൂടുതൽ വരേണ്ടത്, അല്ലേ? ഫ്ലൂറിനായിരുന്നു കൂടുതൽ വരേണ്ടത്. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലുള്ളത്. ഫ്ലൂറിനേക്കാളും കൂടുതലാണ് ക്ലോറിന്. അതിന് കാരണം ഫ്ലൂറിന്റെ കേസിൽ നമുക്കറിയാം ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്, അല്ലേ? 9 ആണ് ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ 2s2 2p5 വരെയാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്. അതായത് ഷെല്ലിന്റെ എണ്ണം 2 ആണ്. 2s 2p ആണ് ഫ്ലൂറിന്റെ കേസിലുള്ള ഷെല്ലുകൾ, സോറി സബ് ഷെല്ലുകൾ, അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. ഇനി ക്ലോറിന്റെ കേസിലാവുമ്പോഴോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 17, അറ്റോമിക് നമ്പർ 17 ആവുന്നു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s 3p ആവുന്നു. 3s 3p കഴിഞ്ഞിട്ട് ഒരു 3d വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റിലും ഉണ്ട് ക്ലോറിന്റെ കേസിൽ. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ ഷെല്ലാണ്, അല്ലേ? തേർഡ് ഷെൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ഷെല്ലാണ്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ ഫ്ലൂറിനിലേക്കാണ് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതെങ്കിൽ ആകെപ്പാടെ 2 ഷെല്ലേ ഉള്ളൂ. ഇലക്ട്രോൺസിന് റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്. ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായിരിക്കും. പക്ഷേ ക്ലോറിന്റെ കേസിൽ 3 ഷെല്ലുണ്ട്, കുറച്ചുകൂടി വലിയ ഷെല്ലാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആർക്കായിരിക്കും കൂടുതൽ? ക്ലോറിനായിരിക്കും കൂടുതൽ. കാരണം ഫ്ലൂറിൻ ചെറിയ ആറ്റം ആയതുകൊണ്ടും അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉള്ള സാധ്യതയുള്ളതുകൊണ്ടും. സോ ഫ്ലൂറിനെയും ക്ലോറിനെയും കേസ് ഒരു എക്സെപ്ഷൻ ആണ്. ആ കേസിൽ ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരേണ്ട ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസ് വരുമ്പോൾ ക്ലോറിനാണ് കൂടുതൽ. അതായത് ക്ലോറിന്റെ വാല്യൂ ആണ് മോർ നെഗറ്റീവ്, ഫ്ലൂറിന്റെ വാല്യൂ കുറവായതുകൊണ്ട് അത് ലെസ് നെഗറ്റീവ് ആണ്. സെയിം കാര്യം തന്നെയാണ് ഓക്സിജന്റെയും സൾഫറിന്റെയും കേസിലുള്ളത്. ഓക്സിജൻ ചെറിയ ആറ്റമാണ്, ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുതലാണ്. സൾഫർ കുറച്ചുകൂടി വലിയ ആറ്റമാണ്, തേർഡ് ഷെല്ലുണ്ട്, അതുകൊണ്ട് ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാണ്. സൾഫറിന്റെ കേസിലും റിപ്പൽഷൻ കുറവ് സൾഫറിലായതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ സൾഫറിനായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മോർ നെഗറ്റീവ് ആയിരിക്കും ദാൻ ഓക്സിജൻ. ഇത് രണ്ടും ഒരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, so incoming electron goes to larger third shell, so electronic repulsion is low and hence chlorine adds electron more easily than fluorine. Same reason തന്നെയാണ് ഓക്സിജന്റെയും സൾഫറിന്റെയും കേസിലും ഉള്ളത്. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവ് ആർക്കായിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കുറവ് ആൽക്കലി മെറ്റൽസിനായിരിക്കും. ഇവർക്ക് ഇലക്ട്രോണെ ആഡ് ചെയ്യാനേ താല്പര്യമില്ല. ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിനായിരിക്കും. അപ്പോൾ മോർ നെഗറ്റീവ് വാല്യൂ ഹാലജൻസിനും ലെസ് നെഗറ്റീവ് വാല്യൂ ആൽക്കലി മെറ്റൽസിനും ആയിരിക്കും. ഇനി നമ്മുടെ ഹാലജൻസിന്റെ കേസിൽ നോക്കുമ്പോൾ എങ്ങനെയാ ഓർഡർ വരിക? ഫ്ലൂറിനായിരുന്നു കൂടുതൽ വരേണ്ടത്, പക്ഷെ നേരെ തിരിഞ്ഞു. അതുകൊണ്ട് ക്ലോറിൻ ആദ്യം, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ഇതുപോലെ ക്ലോറിൻ ആദ്യം, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. ഓക്കെ, ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ ഇലക്ട്രോൺ അഫിനിറ്റി എന്നും പറയാറുണ്ട്. ഇലക്ട്രോണിനോടുള്ള അഫിനിറ്റി തന്നെയാണല്ലോ അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? എബിലിറ്റി ഓഫ് ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മെഷറബിൾ ക്വാണ്ടിറ്റി അല്ല, യൂണിറ്റ് ഇല്ല. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതും അറ്റോമിക് സൈസിനെയും ന്യൂക്ലിയർ ചാർജിനെയും തന്നെയാണ്. ആറ്റത്തോടുള്ള അട്രാക്ഷൻ, ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ കൂടുന്നത് എപ്പോഴായിരിക്കും? ആറ്റത്തിന്റെ സൈസ് കുറവായിരിക്കുമ്പോഴായിരിക്കും, കൂടുതലായിരിക്കുമ്പോഴായിരിക്കുമോ? ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അട്രാക്ഷൻ ടുവേർഡ്സ് ഇലക്ട്രോൺ കുറയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയും സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയായിരിക്കും? കുറയായിരിക്കും ചെയ്യുന്നത്. സൈസ് കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി
ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. അപ്പോൾ ഒരു പീരീഡിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? അറ്റോമിക് സൈസ് കുറയാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാവാനാണ് സാധ്യത. അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ്? ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം കുറയുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതായിരിക്കും? റൈറ്റിലേക്കാണ് കൂടുന്നത്. അപ്പോൾ ഏറ്റവും റൈറ്റിൽ ഏറ്റവും മേളിലുള്ള ആൾക്കായിരിക്കും ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അത് ഫ്ലൂറിനായിരിക്കും. 18 ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അവർ ഓൾറെഡി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ. അപ്പോൾ ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കായിരിക്കും? ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും ഡൗണിലുള്ള, ഏറ്റവും താഴെ ഏറ്റവും ലെഫ്റ്റിലുള്ള ആൾക്കായിരിക്കും, അതായത് ഫ്രാൻസിയം ആയിരിക്കും. പിന്നെ ഫ്രാൻസിയം ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. സ്റ്റേബിൾ എലമെന്റ്സിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് നമ്മുടെ സീഷ്യത്തിനായിരിക്കും. ഓക്കെ, ജനറലി എലമെന്റ്സ് ചോദിക്കുമ്പോൾ ഫ്രാൻസിയത്തിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്, അതുപോലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിനായിരിക്കും. ഓക്കെ, ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 ആണ്, ഓക്സിജന്റേത് 3.5 ആണ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി നോൺ മെറ്റാലിക് ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടറും കൂടുന്നു. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, നോൺ മെറ്റാലിക് ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ആണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഓക്കെ, വാലൻസ് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവ്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആറ്റത്തെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണെങ്കിൽ, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഓഫ് എലമെന്റ്സിനോട് ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുന്നു അല്ലേ? നമുക്ക് പീരിയോഡിക് ടേബിളിൽ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് സൈഡിലുള്ളവർക്കായിരിക്കും. ഇവർക്ക് അറ്റോമിക് സൈസ് കൂടുതലായിരിക്കും, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയും ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാം അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? S1 ആണ് അല്ലേ? 1s1, 2s1, 3s1, 4s1 ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്, അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി സ്റ്റേബിൾ ആവും. അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ S2 ആണ് വരുന്നത്. ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോൺസിനെ, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ള എലമെന്റ്സിന് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. അറ്റോമിക് സൈസ് വെച്ചിട്ട് നമുക്ക് പറയാം, ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. സൈസ് കൂടുന്നു, ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുന്നു. ഇനി ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? സൈസ് കുറയുന്നു, അതുകൊണ്ട് ഇലക്ട്രോപോസിറ്റിവിറ്റിയും കുറയുന്നു. അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഒക്കെ കൂടുതലാണ് അല്ലേ? അപ്പൊ പിന്നെ ഇവർ കയ്യിലുള്ള ഇലക്ട്രോണിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അതുകൊണ്ട് അവയുടെ ഇലക്ട്രോപോസിറ്റിവിറ്റി വാല്യൂ കുറവായിരിക്കും. എലോങ് എ പീരീഡ് ഇലക്ട്രോപോസിറ്റിവിറ്റി ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ബട്ട് ഡൗൺ എ ഗ്രൂപ്പ് ഇറ്റ് ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. സോ ഫ്രാൻസിയം ഈസ് മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് ആൻഡ് ഫ്ലൂറിൻ ഈസ് ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത്രയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ അറ്റോമിക് സൈസിലുണ്ടാവുന്ന വേരിയേഷൻ അറിഞ്ഞാൽ നമുക്ക് അറ്റോമിക് റേഡിയസ് പറയാം, അതുപോലെ തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇത്രയും പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമുക്ക് അറ്റോമിക് സൈസ് മാത്രം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവുന്ന വേരിയേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി എക്സെപ്ഷൻ വരുന്നത് ആകപ്പാടെ ഏതിൻ്റെയൊക്കെ കേസിലാണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, അതുപോലെ ഓക്സിജൻ, സൾഫറിന്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ അയോണൈസേഷൻ എൻതാൽപ്പി ഒക്കെ ആണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളവർക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അറ്റോമിക് സൈസ് മാത്രം അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.